ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ വാക്കുകൾ അവിശ്വാസത്തിൻ്റെ വിത്തുകളാണ്. അത് വലിയ നാശമുണ്ടാക്കും. വിത്തുകൾ ചെറുതാണെങ്കിലും അവ വളർന്നു വരുമ്പോൾ വലിയ മരങ്ങളായി മാറുന്നു. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ നാം പറയുന്ന ഒരു ചെറിയ തെറ്റായ വാക്ക് കേട്ടു നിൽക്കുന്ന ഒരാളുടെ ഉള്ളിൽ അവിശ്വാസത്തിൻ്റെ വലിയൊരു കാടാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ദൈവജനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ സംസാരം എപ്പോഴും കൃപയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തപ്പെട്ടതുമായിരിക്കട്ടെ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ബൈബിളിലെ ഇയ്യോബിന്റെ സ്നേഹിതരുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇയ്യോബ് കഷ്ടതയിലായിരുന്നപ്പോൾ അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ തെറ്റായ അറിവുകൾ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ ദൈവം അവരോട് കോപിക്കുകയും ഇയ്യോബ് അവർക്കായി പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരോട് ക്ഷമിക്കൂ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ച് ശരിയായത് സംസാരിക്കാത്തത് വളരെ വലിയ നാശത്തിന്റെ വക്കിലെത്തിച്ചു. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയോ അല്ലെങ്കിൽ വഴിയിലോ തടസ്സമോ ആകാം. അറിവില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ പറയുന്നതിനേക്കാൾ നല്ലത് നിശബ്ദനായിരിക്കുന്നതാണ്. ദൈവം സ്നേഹനിധിയാണെന്നും അവിടുന്ന് തൻ്റെ മക്കളെ ഉപേക്ഷിക്കുകയില്ലെന്നുമുള്ള സത്യത്തിന് വിരുദ്ധമായി നാം സംസാരിക്കുമ്പോൾ നാം സത്യത്തിൽ അവിശ്വാസത്തിന് വളം വയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉപദേശം ഇതാണ്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക. സങ്കടപ്പെടുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ദൈവത്തെ പഴി പറയുന്ന വാക്കുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ വിശ്വാസം വളർത്തുന്ന വിത്തുകളായി മാറട്ടെ. സത്യം മാത്രം സംസാരിക്കുക. അത് നിങ്ങളെയും നിങ്ങളുടെ കേൾവിക്കാരെയും രക്ഷിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.